ഗൈസ്, അപ്പോൾ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഡേറ്റ് സെൽഫി ഇപ്പം കാണിക്കാം. പിന്നെ ഡേറ്റ് ഇന്ന് എൻ്റെ ഒഴികെ ബാക്കി എല്ലാവരും ഫേസും റിവീൽ ചെയ്യുന്നതാണ്. ഇന്ന് ഡേറ്റ് നടുക്കോട്ട് വെച്ചു. ഇവിടെ 2-3 IPL പ്ലേയേഴ്സ് ഉണ്ട്. മീൻസ് കളി നമ്മൾ ജസ്റ്റ് റെഡി ആവുന്ന തിരക്കിലാണ്. Niagara trip. Navigate me to Niagara on the lake. ഓക്കെ, എന്തുണ്ട്? സീറ്റ് ബെൽറ്റ് വേറെ എന്തെങ്കിലും ആണ്. ഞാൻ ഒരു ടിമ്മിൽ കയറുന്നുണ്ട്. എന്താ? ടിമ്മിൽ കയറുന്നുണ്ട്. ഞാൻ ഒരു സാധനം മേടിക്കാം. വേണോ? എന്തെങ്കിലും കുടിക്കാൻ വേണോ? വായിക്കോ. ഞാൻ മാത്രം കുഴപ്പമില്ല. സൗണ്ട് കുറച്ച് മ്യൂട്ട് ആയിക്കോട്ടെ, എന്നാൽ അതിൻ്റെ പ്രശ്നമില്ലല്ലോ. കളി കണ്ട പോലെ. അപ്പോൾ ഈ സ്റ്റോപ്പിൽ 3 സെക്കൻഡ് നിർത്തണം എന്നാണ് പറയുന്നത്. നമ്മളെ കൂടെ ഉള്ളത് അബ്ദു. നമുക്ക് ഓരോരുത്തരും വിശദമായിട്ട് പരിചയപ്പെടാം. 1 സെക്കൻഡ്. അല്ല, ഞാൻ ഫേസ് റിവീൽ ചെയ്യുന്നില്ല, കാരണം ഫാൻസിനെ കൊണ്ട് അവസാനം അത് ആവില്ല. അതുകൊണ്ട് ഞാൻ ഫേസ് റിവീൽ. ഓക്കെ, ഞാനും വാങ്ങിയാണ് അവിടെ നിന്ന് ഇടാന്. ഇതാണ് മിസ്റ്റർ അബ്ദു. അബ്ദുവിന്റെ പ്രൊഫൈൽ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പ്രൊഫൈല് അബ്ദുറഹ്മാൻ തന്നെ. അങ്ങനെയല്ല, ഒരു ഫോട്ടോഗ്രാഫി പേജ് ഉണ്ട്. തിങ്ക് നോർത്ത് എന്നാ പേര്. എന്താ? തിങ്ക് നോർത്ത്. സ്പെല്ലിംഗ് പറയും. THINKNXRTH. ഓക്കെ, ഞാൻ കമന്റിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങളെല്ലാവരും നല്ല ഫോട്ടോഗ്രാഫിയാണ്. അതുപോലെ അബ്ദുവിന്റെ റീസെന്റ് ഒച്ചപ്പാട്. അത് ബെൽറ്റ് ഇടാത്ത. ആരാ ബെൽറ്റ് ഇടാത്ത? ഇടണ്ട. പോയാ? ഇനി വേണ്ട, പക്ഷെ സേഫ്റ്റി കേട്ടോ ഹൈവേയില്. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത്, അബ്ദു റീസെൻ്റ്ലി ഇവിടെ നടന്നൊരു ഷോർട്ട് ഫിലിമിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിം റിലീസായോ? ഒരു 2 റിലീസായി. ഇനി 2 വർക്കിങ്ങിലാണ്. ഒരെണ്ണം ഇനിയും അത് ഓൾറെഡി പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ വർക്കിൽ കിടപ്പുണ്ട്. ഓക്കെ, അതിന്റെ പേര് പറഞ്ഞാൽ ആൾക്കാർക്ക് സെർച്ച് ചെയ്യാം. അത് ഇറങ്ങിയിട്ടില്ല ആക്ച്വലി. 2 മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇറങ്ങിയതിന്റെ പേര് അറിയോ? ഒന്നിന്റെ ബ്ലാക്ക് എന്നാണ്. വേറൊന്നിന്റെ പേര് അവർ ഇട്ടിട്ടില്ല. വേറൊന്നിന്റെ പേര് പേര് മറന്നു. ഓക്കെ, അത് നമ്മൾ പിന്നീട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ അത് ഹൊറർ മൂവിയാണ്. ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അത് കഞ്ചാവിന്റെ ഷോപ്പാണ്. ഞാൻ പലപ്പോഴും കാണിച്ചു തരാറുണ്ട്. ഇവിടെ അധികം ഇങ്ങനെ കഞ്ചാവിന്റെ ഇതുണ്ട്. അൽഹംദുലില്ലാ അതിലുള്ള ആരും കഞ്ചാവടിയന്മാരല്ല. ഈ ബാക്കിലുള്ള 2 ആൾക്കാർ മുടി ഏതാണെങ്കിലും ജോർ എന്തിലോ തിരക്കിലാണ് എന്തിലോ. ഓക്കെ, പിന്നെ വേറെന്താ? ജോർ ട്രിവാൻഡ്രംകാരനാണ്. അതെ, മീൻസ് അതെ. ഇപ്പൊ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പത്മനാഭന്റെ മണ്ണെന്നാണ്. പിന്നെ നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് നമ്മുടെ ജോർബായ് US-ലോട്ട് പോകുന്നതാണ്. അല്ല, നമ്മൾ ഫസ്റ്റ് അബ്ദുവിന്റെ ഇതാണ് എടുക്കുന്നത്. അപ്പൊ പിന്നെ അബ്ദുവിന് വേറെ കാനഡനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാനഡ വലിയൊരു സംഭവമാണ്, കൺട്രിയാണ്, വലിയൊരു ഇതാണ് പറ്റി പറയാനുണ്ടെങ്കിൽ വലിയ എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഇതുകളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ അബ്ദുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഇപ്പം പുറത്തു വരാം. അബ്ദു ഇവിടെ കാനഡ വന്ന എന്നാണ്? 2019 മെയ് 6-ാം തീയതി കാനഡയിൽ ലാൻഡ് ചെയ്തത്. ഓക്കെ, ആ സമയം ഒരു കോവിഡിന്റെ തുടക്കമായിരുന്നു അല്ലേ? അല്ലല്ല, കോവിഡിന്റെ ഒരു കോവിഡൊക്കെ വരുന്നത് ഞാൻ വന്നതിന് ശേഷം ഒരു 8 മാസം കഴിഞ്ഞിട്ടാണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്നത് പിന്നെ മാർച്ചിലാണോ വന്നത് അല്ലെങ്കിൽ മാർച്ച്? ഓക്കെ, അപ്പൊ ഖത്തറിലൊക്കെ വന്നത് മാർച്ച് 15-നാണ്. അത് ഇപ്പോഴും കോവിഡ് വന്ന എപ്പോഴാണ്? കോവിഡ് ഫസ്റ്റ് വേൾഡിൽ ആക്ച്വലി ഇവിടെ ന്യൂസ് വന്നു തുടങ്ങിയത് നവംബറിലായിരുന്നു.
അങ്ങനെ ഫസ്റ്റ് ആള് ഇറങ്ങിയത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ ഒക്കെ ആയപ്പോ എന്തോ ഒരാൾക്കോ 2 പേർക്കോ എന്തോ ഇവിടെ കോവിഡ് അഫക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അവരെ 2 പേരെയും എനിക്ക് തോന്നുന്നുണ്ട് ക്വാറന്റൈനിലാക്കി. അതിനുശേഷം ബാക്കി പിന്നെ ലോകം മൊത്തം നന്നതിന്റെ കൂട്ടത്തിൽ ഇവിടെയും ആയിട്ടുണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻ തുടങ്ങിയത് എന്നായിരുന്നു? റെസ്ട്രിക്ഷൻ തുടങ്ങിയത് ആക്ച്വലി ഈ പറഞ്ഞ ഒരു 2 ആഴ്ച തുടങ്ങിയപ്പോ തന്നെ റെസ്ട്രിക്ഷൻ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഫുള്ള് ഡെഡ് ആയി തുടങ്ങി. ഓക്കെ, ഇപ്പൊ നമുക്ക് കൊറോണ ഒരു കോമഡി ആയിരിക്കും. കൊറോണ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല എന്നുള്ള രീതിക്ക് പോകുന്നത് കണ്ടോ. അപ്പൊ അന്ന് നടന്നത് എന്താന്നുള്ളത് ആർക്കും വ്യക്തമല്ല. ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കുറെ നമ്പർ പ്ലേറ്റ് നമ്മൾ പോകുന്ന വഴിക്ക് ഉണ്ടാവും. അത് കാണിച്ചു തരാം. ഫണ്ണി ആയിട്ടുള്ള കുറെ സ്ഥലപ്പേരുകളുണ്ടാവും, അത് കാണിച്ചു തരാം. അതെ, അപ്പൊ നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാരും അബ്ദുന്റെ ആകെ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇടയിലൊക്കെ പറയണം. കാരണം തീരെ ഇല്ല, ഇപ്പൊ 113 പേര് 123 പേരാണ് ആകെ സബ്സ്ക്രൈബ് ചെയ്തത്. എന്റെ അഭിപ്രായത്തില് നമ്മളൊരു യൂട്യൂബ് വ്ളോഗ് ഇടുമ്പോഴത്തേക്കും അപ്രീസിയേഷൻ കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ആ കണ്ടന്റ് ബെസ്റ്റ് ആക്കാൻ വേണ്ടി നോക്കുക. ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ താനെ വരും. അപ്പൊ ഞാനിപ്പോ നോക്കുന്ന എന്താന്ന് പറഞ്ഞാല്, നമ്മള് പിന്നെ ആൾക്കാർ അധികം കാണാനില്ലാത്ത സമയത്ത് നമ്മൾ കുറെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് വെറുതെ ടൈം വെറുതെ സ്പെൻഡ് ആവുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. കുറെ ആൾക്കാരായതിനു ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യും. പിന്നെ ഇതൊന്നും വരുമാന മാർഗമോ കാര്യങ്ങളോ ആയിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഇപ്പൊ നമ്മള് സന്തോഷത്തിന്റെ പുറമെ അതുപോലെ കാരണം കുറച്ച് IT-ലൊക്കെ കുറച്ച് ഇതുള്ളതുകൊണ്ട് നമ്മൾ ചില ആൾക്കാർ അഡ്വൈസ് ചോദിക്കുന്ന സമയത്ത് നമ്മളിതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ ആ റീസൺ കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ സംഗതിയൊക്കെ 2007-ലൊക്കെ ആഡ്സെൻസ് അങ്ങനെ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2010-ൽ കുറച്ച് കയറിയ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ പൈസ മാർഗ്ഗമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ചില കോപ്പിറൈറ്റ് സംഗതിയൊക്കെ കയറി വന്നുകൊണ്ട് ബ്ലോക്കായി പോയി. ഇന്നത്തെ കാലത്ത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഒരു മാസത്തിൽ 3 കോപ്പിറൈറ്റ് അടിക്കുക, അതിന് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. അങ്ങനെ എന്തോ റൂളാണ്. അവർ കുറേ കുറച്ചിട്ടുണ്ട് കോപ്പിറൈറ്റിൻ്റെത്. പിന്നെ നമ്മൾ അന്ന് റൂളൊന്നും ചെക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെ പോയതാണ്. പിന്നെ അബ്ദിപ്പം വർക്ക് ചെയ്യുന്നത് ടൊയോട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പിന്നെ എന്തെങ്കിലും ഇവിടെ കാനഡയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വണ്ടികളൊക്കെ വേണമെങ്കിൽ അബ്ദുവിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പർ ഷെയർ ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഷെയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 647-806-4111. ഓക്കെ, 647-806-4111. ഓക്കെ, 2 നമ്പർ ഉണ്ട്. അപ്പം നിങ്ങൾ നമ്പർ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒരേ നമ്പർ തന്നെ ഞാനൊന്ന് പതിയെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേ കാനഡയിൽ കിട്ടണമെങ്കിൽ +1 എന്ന് ചേർത്തിട്ട് വാട്സപ്പിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കാനഡയിലുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ അങ്ങനെ കാനഡയിലുള്ള ആൾക്കാർ മാത്രമേ വണ്ടി വിൽക്കാൻ പറ്റുള്ളൂ. ഇനി ചില ആൾക്കാർ പൈസക്കാരൊക്കെ അവിടെ നിന്ന് ഡയറക്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ അല്ല, ഇമ്പോർട്ട് അല്ല, ആദ്യമേ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്കൊക്കെ ഏകദേശം എത്ര സ്റ്റാർട്ടിങ് വരുന്ന? ഏകദേശം ഡിപ്പെൻസ് ആണ് എല്ലാം. ടോട്ടലി ഡിപ്പെൻസ് അപ്പോൺ ഏത് ഇയർ ഏത് മോഡൽ എങ്ങനെയാണോ അതിൻ്റെ അനുസരിച്ച്. പിന്നെ അബ്ദുൽ അഭിപ്രായ പ്രകാരം അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ഇതിൽ പിന്നെ സെക്കൻഡ് ഹാൻഡിൻ്റെ വണ്ടിയുടെ വില താഴാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പം പോകുന്ന പോലെ തന്നെ ഹൈ പ്രൈസിലാണോ? ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ വ്യത്യാസം വരാനല്ലാണ്ട് വണ്ടിയുടെ റേറ്റിന് അങ്ങനെ താഴോട്ട് പോകുന്നില്ല. പക്ഷെ കോവിഡിന് മുമ്പൊക്കെ വണ്ടിയുടെ പ്രൈസൊക്കെ കുറവല്ലായിരുന്നോ? കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ഡിമാൻഡ് കൂടുതൽ.